ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരൻ സിനിമ, അദ്ദേഹം നായകനായിട്ടുള്ള സിനിമ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയ മേനോനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിസാം ബഷീർ, റോഷാഖിൻ്റെ ഡയറക്ടർ. സമീർ അലിയാണ് റൈറ്റർ. വല്ലാത്തൊരു എഴുതായിപ്പോയി. പിന്നെ ഇതിൻ്റെ DOP ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റർ റമീസ് MP, മ്യൂസിക് GXP ജോയ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡ്യൂറേഷനുള്ള സിനിമയാണ്. ഇതിലൊരുപാട് എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഷോർട്സും സീൻസും മേക്കിംഗ് ഒക്കെ ഇദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിസാം ബഷീർ. DOP എസ്പെഷ്യലി ചില എക്സ്ട്രീം ക്ലോസ് ഷോട്ട്സ്, ചില മൂവിങ് ഷോട്ട്സ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എഡിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ അബ്രഡ് കട്ട്സ്, ഭയങ്കര കുറേ അബ്രഡ് കട്ട്സ്. എന്തെങ്കിലും ഇൻറ്റൻസ് ആയിട്ട് പൃഥ്വിരാജിൻ്റെ എന്തെങ്കിലും സീൻ കാണിക്കുന്നത് പെട്ടെന്ന് ഒറ്റ കട്ട അതുകൊണ്ട് പറയത്തിരുപത്ത് ഫ്ലാറ്റിൽ തുണി മടക്കി വെക്കുന്നത്. അങ്ങനെ പടം ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു അലമ്പ് പടം. ഇത് പടം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച് ഇത് കൊള്ളൊരു പരിപാടി. കാരണം എന്തൊക്കെയോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഓൾസോ ലോട്ട്സ് ഓഫ് സീൻസ്, കുറേ സ്കാറ്റേഡ് ആയിട്ടുള്ള കുറേ പരിപാടികൾ, ഒരുപാട് കഥാപാത്രങ്ങൾ, കുറേ ലേയേഴ്സ്. ഒരു കിടിലൻ പടം ആവും എന്നുള്ള തോന്നലിൽ പോകെ ഇങ്ങനെ ഭയങ്കര ഇത്രയും, അതായത് ലോജിക്ക് പോട്ടെ, ഇത്രയും റിപ്പീറ്റേറ്റീവ് സീൻസും അതുപോലെ തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി പടം തുടങ്ങി 1.25 മണിക്കൂറായിട്ടും നത്തിങ് ഹാപ്പൻഡ്. ഒരു ബാങ്ക് റോബറിയാണ്. അപ്പം അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ പൈസയ്ക്ക് പുറകെ ഒക്കെ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൽ പൃഥ്വിരാജ് ഞെട്ടിപ്പോയ എന്തോ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. എനിക്ക് ഒന്ന് കാറ് മറയുന്നതായിരിക്കും. കാറ് മറയുന്നൊക്കെ ഇപ്പോൾ എത്ര കാലം കാറ് മറയെന്ന് തുടങ്ങിയിട്ട് സീരിയൽസിൽ വരെ ഇപ്പോൾ കാറ് മറയുന്നുണ്ട്. മറ്റേ ഞെട്ടിക്കൽ ബിരിയാണിയുടെ ആൾ പുറകിലൊന്നും ഞെട്ടിച്ചായിരിക്കും, അല്ലാണ്ട് അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് സീൻ കണ്ടു തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ബാങ്ക് റോബറി. പിന്നെ പാർവതി തിരുവട്ട് അറിയാലോ, ഹൈ ക്ലാസ് അപ്പർ ക്ലാസ് മെത്തേഡ് ആക്ട്. ഡയറക്ടർ ഇവരൊക്കെ കാണണം. എൻ്റെ അപ്പിയേട്ടാ അത് തന്നെ. അതായത് ഒരു സ്ഥായി ഭാവം, ഒരു സ്തബ്ധയായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ. പിന്നെ 2 കുട്ടികളുണ്ട്. കുട്ടികൾ വല്ലാതെ ഉറപ്പിച്ചില്ല, എന്നാൽ ഇളയ കുട്ടി ഇടയ്ക്കൊക്കെ ரொம்ப ഓവറായിരുന്നു. പിന്നെ ഇവരൊരു ഫ്ലാറ്റ്, ഇത്രയും വൃത്തികെട്ടൊരു ഫ്ലാറ്റ് എടുത്താലും കണ്ടില്ല. 7G 3G എന്നായിരുന്നു ഫ്ലാറ്റ് ഇടേണ്ടത്. ഒരു ആർട്ട് ഡയറക്ടർ നല്ല സുഖമായിരിക്കും, എല്ലാം കൂടി മെസ്സപ്പാക്കി ഇട്ടാൽ മതിയായിരുന്നു. ഒരു ഫ്ലാറ്റ് ഓക്കെ, അങ്ങനെയുള്ള ഫ്ലാറ്റ്സ് ഉണ്ടാവും. OC എന്നുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കാൻ ബെറ്റർ. ഫ്ലാറ്റ് കണ്ട പ്രാന്ത് എടുക്കും. അത്ര വൃത്തിഹീനം. അവിടെ വൃത്തികെട്ട കലണ്ടറൊക്കെ തൂക്കിയിട്ടുണ്ട് ചുമരിൻ്റെ മുകളിൽ, മൊത്തം മെസ്സപ്പ്. അതൊക്കെ കിടക്കുന്ന ബെഡ് മാത്രം വിരിച്ചിട്ടുണ്ട്. അത് അവസാനത്തേക്ക് എല്ലാം പറയാം. തുടക്കം മുതൽ എങ്ങനെയാണ് ഫ്ലാറ്റ് കാണിക്കുന്ന മുതൽ. ചിലപ്പോൾ അവരെങ്ങനെ ഒരു മെസ്സി ലൈഫായിരിക്കും. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമ അവസാനമായപ്പോഴേക്കും ഇറങ്ങിപ്പോകാൻ തോന്നി, ലിറ്ററലി സീരിയസ്ലി. അത് തീരുന്നില്ല. അതാ ഞാൻ പറഞ്ഞു, നടുക്കടലിൽ നിന്ന് ഞാൻ പറയാൻ കാരണം എന്താ, നടുക്കടലിൽപ്പെട്ട അവസ്ഥയിൽ പോയി നീന്തിയിട്ട് കരക്കത്തുന്നില്ല. ഇങ്ങനെ കളിക്കുക.